രസമുണ്ട്. What is this? ലിയോണാർഡോ. ഇദ്ദേഹമാണല്ലോ വലിയ പെയിന്റിങ്ങിൻ്റെ ആണ്. Also here they are always working. ഓക്കെ. ഇത് ഇവിടുത്തെ സ്കാലയാണ്. ഇതിൽ ഇങ്ങനെ ഓപ്പേറ Also Scala is always working. ഓപ്പേറ ഹൗസാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ. ഇവിടെ ഇരുന്ന് കൊടുത്ത ചന്തി കസേരയിൽ നമ്മളെയൊക്കെ ഇതുപോലെ വരച്ചു തരാം. അവൻ്റെ ജോലി അതാണ്. അവൻ ഇവിടെ ഇരുന്ന് കൊടുത്ത ആൾക്കാരുടെ പടമാണ് വരച്ചിരിക്കുന്നത്. മിസ്റ്റർ ബീൻ ഇതിനകത്ത്. ഇത് സ്കാലയാണ്. ഇത് ഇവിടുത്തെ ആൾക്കാർ സമ്മർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോലിയില്ലല്ലോ, പകുതി പേർക്കൊക്കെ ഇവിടെ കമ്പൽസറി ആയിട്ടും 2 ആഴ്ച ഒരു വർഷത്തിൽ അവധി എടുത്തിരിക്കണം എന്നുള്ള. ഏതാണ് മിലാനോ ടൂറിസ്റ്റ് ബസ്സാണ് പോണത്. അപ്സൈഡിൽ ഇരിക്കാൻ പറ്റും, മുകളിൽ ഇരിക്കാൻ പറ്റും, എന്നിട്ട് ഇങ്ങനെ പോകാം. ഇതാണ് സ്കാല. അപ്പോൾ ഇതിനകത്ത് ഈ ഓപ്പേറ നടക്കുന്നതാണിത്. ഇതൊരു ട്രാം എന്ന് പറയും. റെയിൽവേ ട്രാക്ക് പോലെയുണ്ട്, അതിൽ കൂടെയാണ് ഈ ട്രാം പോകുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ റോഡാണ്, പക്ഷേ ട്രാക്ക് ഉണ്ട്, അതിൻ്റെ കൂടെ പോകാൻ പറ്റുള്ളൂ. കമ്മ്യൂൺ ദി മിലാനോ. ഇറ്റ് ഹാസ് കം ഹിയർ ആക്ച്വലി. കമ്മ്യൂൺ ദി മിലാനോ ഹിയർ. This is the official city. These are offices. Offices somewhere else. ഇവിടുത്തെ കോർപ്പറേഷൻ ഹൗസാണ്. ഇതും അത് കണ്ടല്ലോ, കമ്മ്യൂണിറ്റി മിലാൻ. അങ്ങനെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബെഞ്ചുകളും ഉണ്ട് അവിടെ. നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് നമ്മൾ അത്ര അങ്ങനെ സുഖിക്കണ്ടെന്നുള്ള ചിന്തയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് എൻ്റെ ചിന്ത. ഇവിടെയൊക്കെ ജീവിച്ചിട്ട് വരുമ്പോൾ കാര്യം ഇവിടെ കണ്ടില്ലേ, കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ കുറേ ബെഞ്ചുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കുക, വൈകുന്നേരം ഒക്കെ വന്ന് നല്ല ഇപ്പോഴും തണലുണ്ടല്ലോ. ചെറിയൊരു പാർക്ക് പോലെയാണ് അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ അല്ലേ, നല്ലതാണ്, എനിക്കിഷ്ടം. ഇതാണ് ഓപ്പേറ ഹൗസ്, അർബൻ വിഷൻ. അതെനിക്ക് തോന്നുന്നൊരു കണ്ണാടിക്കട എന്നാണ്. ഇതാണ് അവിടെ പ്രോഗ്രാം നടക്കാൻ പോണത്. അപ്പോൾ അവിടുത്തേത് അവരവിടെ എഴുതിയിട്ടിട്ടുണ്ടാകും. സ്റ്റോറീസാണ്. നമ്മളെന്താ പറയുക, ആട്ടം, എന്താ വെറുതെ ബാലെ, അങ്ങനെയൊക്കെ പറയാം. ബാലെ എന്ന് പറയാം, റഷ്യൻ ബാലെ. അതൊക്കെ ഇവരിങ്ങനെ ചെയ്യാറുണ്ട്. അത് ഇതിനകത്താണ് നടക്കുന്നത്. ഓപ്പേറ എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോ ആണെന്ന്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണത്. ഒരു തീം ഉണ്ടാകും, അതനുസരിച്ചിട്ട് അവർ വർത്താനമൊന്നും പറയില്ല. മൂവ്മെൻറ്റ്, ഡാൻസ് മൂവ്മെൻറ്റിൽ റഷ്യൻ ബാലെ ടൈപ്പിൽ അത് നടത്തുന്നതാണ് ഈ ഓപ്പേറ ഹൗസ് എന്ന് പറയുന്നത്. അതൊക്കെ റെഡ് ലൈറ്റായി. ഇപ്പം നമുക്ക് പോകാൻ തോന്നും. അവിടെ പോയി. ഓക്കെ, ഗ്രീനായി പോയേക്കാം. അല്ലേ ജീസസ്. നിങ്ങൾക്കറിയാത്ത ഒരു സത്യം കാണിത്. ഇപ്പം ഇത് സീബ്ര ക്രോസിംഗ് ആണല്ലോ. ഏറ്റവും അധികം അപകടം നടക്കുന്നത് സീബ്ര ക്രോസിങ്ങിലാണ്. നിങ്ങളതും കൂടെ മനസ്സിലാക്കി. എപ്പോഴും സീബ്ര ക്രോസിങ്ങിൽ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിന്നാൽ പിന്നെ അത് ഓപ്പൺ ആയി കഴിയുമ്പം ഗ്രീൻ ആയി കഴിയുമ്പോൾ നിങ്ങൾ 2 മിനിറ്റ് ഒരു മിനിറ്റെങ്കിലും നിൽക്കുക. എന്നിട്ട് ആദ്യം കുറച്ച് പേര് പോകാൻ അനുവദിക്കും, എന്നിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കാണാണ്ടാകും. അവിടെ പോയി. ഇതാണ് ഈ ട്രാം എന്ന് പറയുന്നത്. കണ്ടില്ലേ, റെയിൽവേ ലൈൻ ഉണ്ടല്ലോ, താഴെ കൂടെ തന്നെ പോകും. ഇവിടുത്തെ ആൾക്കാരുടെ ഹോബിയാണ് ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരിക, ഇവിടെ ഇരിക്കുക, കഴിക്കുക. പിന്നെ പട്ടിയുണ്ട്. നല്ലൊരു കുട്ടനാണ്. ഇതൊക്കെയാണ് ഇവരുടെ കഥ.